ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും കുറിച്ചാണ്. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഇന്ന് നമ്മുടെ ടോക്ക് പോകുന്നത് കേട്ടോ. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഫാറ്റ് ലോസ് എന്താണ്, വെയിറ്റ് ലോസ് എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇയാൾ 108 കിലോ തന്നെയാണ് ബോഡി വെയിറ്റ്, ഇയാൾക്കും 108 കിലോ തന്നെയാണ് ബോഡി വെയിറ്റ്. എന്താണ് ഇവർക്ക് തമ്മിലുള്ള വ്യത്യാസം? നല്ല വ്യത്യാസം ഉണ്ടല്ലേ. അപ്പോൾ ഇയാൾക്ക് വെയിറ്റ് ലോസ് ആണോ വരേണ്ടത്, ഫാറ്റ് ലോസ് ആണോ വരേണ്ടത്? ഈ ഇരിക്കുന്ന ആൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇയാൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബോഡി വെയിറ്റ് ഇങ്ങനെ അല്ലേ. ഈ ആളാവട്ടെ ഭക്ഷണ രീതി ഒട്ടും ശരിയല്ല, വർക്കൗട്ടും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. നമ്മുടെ വെയിങ് മെഷീനിലെ സ്കെയിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ശരിയായ രീതിയല്ല. ഞാൻ കുറേ മണ്ടത്തരം ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ നല്ല രീതിയിൽ ഫാസ്റ്റിംഗ് എടുത്തിട്ട്, അതായത് 2 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഈ കാണുന്ന സ്കിൻ ഡിസീസ്. ഓക്കെ, അപ്പോൾ നിങ്ങളാരും അതിന് നിൽക്കരുത്. ഒരു രസവുമില്ല ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. കാരണം വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരൊറ്റ കോൺസെൻട്രേഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയ മണ്ടത്തരായിരുന്നു എന്നുള്ളത് പണി കിട്ടിയപ്പോൾ മനസ്സിലായി. അപ്പോൾ നമുക്കുണ്ടായൊരു തെറ്റ് വേറൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടി പറയുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ. നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ഡയറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നതും കൂടി അതിനർത്ഥമുണ്ട്. അല്ലാതെ ഒന്നും കഴിക്കാതിരുന്ന് വർക്കൗട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടും പട്ടിണി കിടന്നിട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള പണികൾ വാങ്ങിച്ച് വെക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഏജ് കൂടി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ 2 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എത്രത്തോളം ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നുകിൽ പുറത്തുനിന്നുള്ള പ്രഷറായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വെയിറ്റ് കുറയണില്ല, ആകെ ടെൻഷൻ, നിരാശ, ഒരു രക്ഷയില്ല അല്ലേ. അങ്ങനെ രീതിയിലേക്ക് നിങ്ങൾ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനുഭവമുള്ളവർക്കാണല്ലോ അത് പറയാനുള്ള പെർമിഷനുള്ളൂ. ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായി കുറച്ചിട്ടുണ്ട്. പിന്നെ ചിപ്സൊന്നും ഞാൻ ഒട്ടും കഴിക്കുന്നില്ല. ചിപ്സിന് പകരം ഞാൻ അവിടേക്ക് ഫ്രൂട്ട്സിനെ സെറ്റ് ചെയ്തു. ഫ്രൂട്ട്സ് ഞാൻ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. പിന്നെ കുക്കുംബറും ക്യാരറ്റാണ് നമ്മുടെ ദൈവം. പിന്നെ നല്ല രീതിക്ക് വർക്കൗട്ടും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യത്തിന് വ്യതിചലിച്ചോ? ഇല്ലല്ലോ. കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വെയിങ് മെഷീന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മണ്ടത്തരങ്ങൾ ചെന്ന് ചാടരുത്. നമുക്ക് ഫാറ്റ് ലോസ് ആണ് വേണ്ടത്, വെയിറ്റ് ലോസ് അല്ല വേണ്ടത്. ഇപ്പം ഞാൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് നാൾ മുന്നേ വെയിങ് മെഷീനിൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇഷ്ടം പോലെ ലൈക്കും ഷെയറും ഒക്കെ പോയി. അതിൽ നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഡയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒട്ടും ഫുഡ് കഴിക്കരുത് എന്നല്ല, നന്നായി ഭക്ഷണം കഴിക്കുക എന്നാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മിസ്റ്റേക്കാണ് അവിടുത്തെ വില്ലൻ. പിന്നെ ഇതിനെക്കുറിച്ച് തുടർന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അത് നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പറയാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 108 കിലോ വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നാച്ചുറായിട്ടുള്ള ഫുഡ്, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസിലൊക്കെ എന്താ നന്നായിട്ട് ഫൈബർ ഉണ്ട്. ഇനി ചിക്കൻ, മുട്ട അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നന്നായിട്ട് പ്രോട്ടീനുണ്ട്. പിന്നെ അതുപോലെ കാർബോഹൈഡ്രേറ്റ്, അതും മസ്റ്റാണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്തായാലും കഴിക്കണം. പക്ഷെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന രീതിയാണ് തെറ്റ്. കാരണം നമ്മളൊരു പ്ലേറ്റ് നിറച്ച് ചോറിട്ടും എന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കും. അതാണല്ലോ ശീലം. ഞാൻ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് പോർഷൻ എല്ലാത്തിൻ്റെയും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഫൈബർ നന്നായിട്ട് കയറുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ നമുക്ക് വിശപ്പ് തീരെ ഉണ്ടാവില്ല. നമ്മൾ എത്രത്തോളം ചോറ് കൂടുതൽ കഴിക്കണോ അത്രത്തോളം നമുക്ക് പിന്നെ വിശന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഫൈബറും പ്രോട്ടീനും എത്രത്തോളം ചെല്ലണോ അത്രത്തോളം നമ്മുടെ വിശപ്പ് കൺട്രോൾ ആവുകയും ചെയ്യും. ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. നീ ആദ്യം പോയിട്ട് തടി കുറച്ചിട്ട് പാടി എന്നിട്ട് ഡയലോഗ് പറയാമെന്ന് പറയരുത്. ഞാൻ ആദ്യത്തേക്കാളും ഒത്തിരി തടി കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്കെയിലിൽ 5 കിലോയെ ഞാൻ കുറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നോർമലി എൻ്റെ ഡ്രസ്സൊക്കെ എനിക്കിപ്പോൾ ലൂസാണ്. ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര സംഭവമായല്ലോ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വെയിങ് മെഷീനിൽ വെയിറ്റ് കുറയുന്നത് വളരെ സ്ലോവിലിയാണ് കേട്ടോ. നമ്മൾ ഫൈബറും പ്രോട്ടീനും ഒക്കെ ധാരാളം കഴിക്കുമ്പോൾ നമ്മുടെ എല്ലുകൾ സ്ട്രോങ് ആവും, മസിൽസ് സ്ട്രോങ് ആവും. അതായത് അവർ കുറച്ചും കൂടെ ബിൽഡ് ചെയ്യും എന്നർത്ഥം, അല്ലെങ്കിൽ അവർ വലുതാകും എന്നർത്ഥം. അങ്ങനെയാകുമ്പോൾ എങ്ങനെ നമ്മൾ സ്കെയില് ബോഡി വെയിറ്റ് കുറയുക? പക്ഷേ ഫാറ്റ് അവിടെ ബേൺ ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വെയിങ് മെഷീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കരുത്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറുകയും കൂടെ വേണം. ശീലമായാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ പോലെ
ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കേട്ടോ. പക്ഷേ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തത് ഭയങ്കര ഓവറായിരുന്നു. അവിടെ ഫാസ്റ്റിംഗ് എടുത്തതിനേക്കാളും വലിയ മിസ്റ്റേക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന ഭക്ഷണം അത് ഭയങ്കര മോശമായിരുന്നു. അതൊക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവണതേ, അന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതാ പറ്റിയത്. ഇപ്പം ഞാനിത് മാറാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എൻ്റെ പ്രശ്നം ഇതാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും വരിക. നമ്മുടെ ഓർഗൻ എവിടെയാണോ വീക്കായിട്ടിരിക്കുന്നത് അവിടെ ആയിരിക്കും പ്രശ്നം വരിക. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്ലിമ്മായ ആളുകൾ, ഞാനൊക്കെ രക്ഷപ്പെട്ടു. ഒരിക്കലും രക്ഷപ്പെടില്ല. നിങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടും വർക്കൗട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല. അതിനേക്കാൾ ഭേദം ഞങ്ങളാണ്. കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെ ഫാറ്റ് മുഴുവനും വന്ന് ഡെപ്പോസിറ്റ് ആവുന്നത് സ്കിന്നിൻ്റെ അടിയിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തടിയന്മാരും തടിച്ചുകളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. പക്ഷെ നിങ്ങളുടെ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ആവണത് ഇന്നർ ഓർഗൻസിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. എന്ന് വെച്ചിട്ട് അത്യാവശ്യം ചെറിയ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്ന ആളുകളെല്ലാം ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുകയും ചെയ്യും, അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്, അങ്ങനെയുള്ളവരെ കുറിച്ചുമല്ല പറഞ്ഞത്. നല്ല രീതിയിൽ ഡയറ്റ് എടുത്തിട്ട് വർക്കൗട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാതെ അത്യാവശ്യം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളെ കുറിച്ചിട്ടും അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് രണ്ടും ഇല്ലാണ്ട് ഞാൻ തടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെയാണ് ഞാൻ പറയുന്നത്. ഈ സ്ലിം ആയവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണം ഇഷ്ടമല്ലാത്തവരാണ്. ഒന്നിലേ മധുരം അധികം കഴിക്കാത്തവരായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ കുറച്ച് ഫുഡ് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇതുമല്ലെങ്കിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും. ഇതൊന്നുമില്ലാതെ എല്ലാ ദുശീലങ്ങളും കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. സാവധാനം മാറ്റിയെടുത്താൽ മതി എന്ന് മാത്രം. എനിക്ക് 3 months കഴിഞ്ഞിട്ടൊരു കല്യാണമുണ്ട്, അപ്പോഴേക്കും എനിക്ക് തടി ഓർക്കണം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാതെ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മാത്രം തടി ഉറയ്ക്കുക എന്ന് പറയുന്നതാണ് പ്രശ്നം. അപ്പോൾ വെയിറ്റ് ലോസ് എന്താണ്, ഫാറ്റ് ലോസ് എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. ഒരു കാരണവശാലും കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, മസ്റ്റായിട്ട് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫൈബറും പ്രോട്ടീൻ അടങ്ങിയ നല്ല ഭക്ഷണങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുക. നമുക്ക് തീരെ വിശക്കില്ല. അത് കഴിക്കാതെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രം ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വിശപ്പ് പിന്നെയും കൂടുക. പിന്നെ ചിപ്സിനൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എല്ലാത്തിനോട് ടേസ്റ്റാണ്, ഈ ഉപ്പും എരിവും തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ തന്നെ ഭേദം. നമ്മൾ ആ ട്രാക്കിലേക്ക് വീണത് കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ ആക്രാന്തം കുറവാണ്. പ്രായമായതിൻ്റെ ആണോ അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്ന ഒരു മാനസികാവസ്ഥ കൊണ്ടാണോ എന്നറിയില്ല. ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് കാപ്പി മാത്രം. അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായി കുറച്ചിട്ടുണ്ട്. ഇനി ഒഴിവാക്കണ ആകെ കൂടെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ പിന്നെ അതങ്ങനെ സൈഡിൽ കൂടെ പൊക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ ഡയറ്റ് എന്ന് പറഞ്ഞ് ചാടിക്കേറിയിട്ട് എല്ലാ സാധനവും അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ നിർത്തണേക്കാളും ഭേദമാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നിർത്തിയോ സാരമില്ല, 3-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയും കുറേ പേരുണ്ട്. ഞാൻ ഇന്നലെ കഴിക്കണ്ടെന്ന് വിചാരിച്ച് കഴിച്ചു പോയി, സാരമില്ല, നമ്മൾ ഇനിയും തുടങ്ങണു. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം വീണിട്ട് നടന്ന് സൂപ്പറായിട്ട് നടന്ന് മുന്നോട്ട് പോകണേ, അതേപോലെ തന്നെ ഈ കാര്യം. നമുക്കിനി വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു വേർഡ് അങ്ങോട്ട് മാറ്റിയിട്ട് ഫാറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു വേർഡിനെ അവിടെ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ഭയങ്കര സ്ലിം ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഹെൽത്തി അല്ല. ആവശ്യത്തിനൊരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വേണം. ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാശ് ഇറക്കണം, ഡയറ്റിന് ഒരുപാട് കാശ് ചിലവാകും. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. നമുക്ക് നോർമൽ ലൈഫ് കൊണ്ടുപോവേണ്ടോ. നോർമൽ ലൈഫിൽ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാം. എന്തിന്, കഞ്ഞി വരെ കുടിച്ചിട്ട് നമുക്ക് ഡയറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ഈ കഞ്ഞിയുടെ ക്വാണ്ടിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുപയർ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട് കുറച്ച് റൈസ് എടുത്തിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാലും അതും ഡയറ്റിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ആ എടുക്കുന്ന ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വാണ്ടിറ്റിയാണ് നമ്മളെ ചതിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധിക്കുക. എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പല പ്രാവശ്യങ്ങളായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സഡൻലി ഒരു ഹെവി ആയിട്ടൊരു സാധനം ചെന്ന് പിന്നെ അവിടെ ഡൈജഷൻ കിടന്ന് തിക്കി മുട്ടിയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റ് ലോസിനെയും വെയിറ്റ് ലോസിനെയും കുറിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്ന കാര്യം. അതുകൊണ്ട് സമൂഹത്തിന് പഠിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫാറ്റ് ലോസിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് വളരെ സ്ലോവിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലല്ലേ അടുത്ത ചർച്ച നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ.